വ്യാജവാർത്ത പ്രചരിപ്പിച്ച മാതൃഭൂമി ദിനപത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് എഴുത്തുകാരിയും തൃശൂർ കോർപ്പറേഷൻ ലാലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായിരുന്ന ലിസി ജോയി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലിസി 7 ലക്ഷം രൂപ സിപിഎമ്മിന് നൽകിയിരുന്നു എന്നായിരുന്നു വ്യാജവാർത്ത. വസ്തുതാവിരുദ്ധമായിട്ടാണ് വാർത്ത പ്രചരിപ്പിച്ചതെന്നും തന്നെയും പാർട്ടിയെയും ബോധപൂർവം അപകീർത്തിപ്പെടുത്താനാണ് ശ്രമമെന്നും ലിസി പറഞ്ഞു. ഈ മാസം 12, 13 തീയതികളിലാണ് ലിസി ജോയ്ക്കെതിരെ മാതൃഭൂമി ദിനപത്രത്തിലും ഓൺലൈനിലും വ്യാജവാർത്ത പ്രചരിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പ്രാദേശിക നേതാക്കൾ ലിസിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടെന്നും ഇതുപ്രകാരം ലിസി പണം നൽകിയെന്നുമായിരുന്നു വ്യാജവാർത്ത. വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുന്ന് മാതൃഭൂമി ലേഖകൻ ലിസിയെ ഫോണിൽ വിളിച്ച് വിഷയത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും അത് തെറ്റായ വിവരമാണ് എന്നും ലിസി ലേഖകനെ അറിയിച്ചിരുന്നു. എന്നിട്ടും പത്രത്തിൽ വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചു വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിലുണ്ടായ തർക്കങ്ങളിൽ നിന്ന് വാർത്ത തിരിച്ചുവിടാനുള്ള ഗൂഢശ്രമമായിരുന്നു ഇതിനു പിന്നിലെന്ന് ലിസി ജോയ് പറഞ്ഞു. തന്നെയും പാർട്ടിയെയും കരുതിക്കൂട്ടി അപകീർത്തിപ്പെടുത്താനാണ് ശ്രമമെന്നും ലിസി ആരോപിച്ചു. ആദ്യം കേട്ടത് പ്രചാരണത്തിന് പണം വാങ്ങിയെന്ന രീതിയിലാണ് പത്രത്തിൽ വന്നത്. പക്ഷെ അന്ന് തന്നെ ഓൺലൈനിൽ കൂടെ വന്ന ഹെഡിങ് സ്ഥാനാർത്ഥിയാക്കാൻ നോവലിസ്റ്റ് ലിസി അങ്ങനെ എടുത്തു പറഞ്ഞിട്ടാണ് നോവലിസ്റ്റ് ലിസിയിൽ നിന്ന് പണം വാങ്ങിയെന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് ഇത് വന്നത്. അപ്പം അതിനോടുള്ള എൻ്റെ ഒരു എന്താ പറയുക, എനിക്കുണ്ടായ ഒരു എൻ്റെ ക്രെഡിബിലിറ്റി, അതായത് 35 വർഷത്തോളം ഔദ്യോഗിക ജീവിതത്തിലും ഞാനിപ്പോൾ സീനിയർ സിറ്റിസണാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലും എഴുത്തു ജീവിതത്തിലും ഞാൻ പാലിച്ചു പോകുന്ന ആദർശങ്ങളുണ്ട്, ജീവിത മൂല്യങ്ങളുണ്ട്. മാത്രമല്ല അഴിമതിക്ക് എതിരെയുള്ള എൻ്റെ നിലപാടുകൾക്കേറ്റ വലിയൊരു പ്രഹരമായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. വ്യാജവാർത്ത പ്രചരിപ്പിച്ച വിഷയം മാതൃഭൂമി ചീഫ് എഡിറ്ററെ അറിയിച്ചിട്ടും മറുപടി ഉണ്ടായില്ല എന്നും ഇക്കാര്യത്തിൽ താനും പാർട്ടിയും അധിക്ഷേപിക്കപ്പെട്ടെന്നും ലിസി കൂട്ടിച്ചേർത്തു. എഴുത്തുകാരി എന്ന നിലയിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന തന്നെ അധിക്ഷേപിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ലിസി പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.